നമ്മൾ എത്രത്തോളം പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മൈൻഡ് സെറ്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് എക്സാമിനേഷൻ ഹോളിലാണെങ്കിലും അല്ലെങ്കിലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മൈൻഡ് സെറ്റ് പ്രോപ്പർ ആക്കുക. നിങ്ങളെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്താൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ട് എടുക്കുക. നിങ്ങളുമായി കമ്പയർ ചെയ്യുക. ഇന്നലെയിലെ ഞാൻ അല്ലെങ്കിൽ യെസ്റ്റർഡേ ഞാൻ എന്ത് ചെയ്തു എന്നത് വെച്ചായിരിക്കണം നിങ്ങളുടെ കമ്പാരിസൺ. അല്ലാതെ എൻ്റെ കൂട്ടുകാരൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ കൂട്ടുകാരി എന്ത് ചെയ്തു എന്നുള്ളതാവരുത്. അത് നിങ്ങൾ ഒരിക്കലും ഒരു നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുപോകത്തില്ല. സോ ദാറ്റ്സ് ഒരു ജലസി എന്ന് പറഞ്ഞ ഫാക്ടറിൽ നിന്ന് ഈ സാധനം ഉണ്ടായി വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യരുത്. നിങ്ങളുടെ കമ്പാരിസൺ നിങ്ങളോട് തന്നെ ആയിരിക്കണം. ഓരോ ദിവസവും ബെറ്റർ ആവാനായിട്ട് ശ്രമിക്കുക. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈഗോയുടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയ കാര്യങ്ങൾ ഇങ്ങനെ അല്ല പഠിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത് അൺലേൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അതിനെ വളരെ ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുക. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഈ എക്സാമിനേഷനേക്കാളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ മെൻ്റൽ സ്റ്റേറ്റ്. പിന്നെ ഹെൽത്ത് എന്ന് പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്ത് മാത്രമല്ല, ഫിസിക്കൽ ഹെൽത്ത്. പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യണം, ആഹാരം കൃത്യസമയത്ത് കഴിക്കണം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ വിചാരിക്കും ആഹാരം കഴിക്കാതിരുന്ന് പഠിച്ചാൽ എല്ലാം ആയിരുന്നു. ഒന്നുമല്ല. ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് യുവർ മോട്ടിവേഷൻ, ദാറ്റ് ഈസ് ഗോയിങ് ടു അഫക്റ്റ് യുവർ മെൻ്റൽ സ്റ്റേറ്റ്. അൾട്ടിമേറ്റ്ലി ദാറ്റ് റിഫ്ലക്റ്റ് ഇൻ യുവർ സ്റ്റഡീസ്. സോ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഹെൽത്ത് ആയാലും മെൻ്റൽ ഹെൽത്ത് ആയാലും എല്ലാം നിങ്ങൾ ആദ്യം മുൻതൂക്കം കൊടുക്കുക. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ള കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്, മോട്ടിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ട് നിങ്ങൾ വാങ്ങിച്ച റാങ്കുകളോ നിങ്ങളുടെ തോൽവികളോ ഒന്നും നിങ്ങളെ ഇതിൽ നിന്ന് പുറകിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന സമയം മുതൽ ആർ യു റെഡി, ആർ യു കൺസിസ്റ്റൻറ്റ്, അത് മാത്രമേ ഇവിടെ ഡെഫിനറ്റായിട്ട് മാറ്റർ ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്തുകയാണെങ്കിൽ യു ക്യാൻ ക്ലിയർ ദിസ് എക്സാം.